വയനാടിൻ്റെ ചരിത്രവും സംസ്കാരവും ജൈന സംസ്കാരവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജൈന സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് അടുത്തിടെ അധ്യാപകനും ഗ്രന്ഥകാരനുമായ ശിവരാമൻ പാട്ടത്തിൽ എഴുതിയ ജൈന സംസ്കൃതി വയനാട്ടിൽ എന്ന പുസ്തകം. മീഡിയ വിങ്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിലായിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത്. സിനിമാ പ്രവർത്തകനും എഴുത്തുകാരനുമായ OK ജോണി പുസ്തക പ്രകാശനം നിർവഹിച്ചു. വിശിഷ്ട വ്യക്തികളെ കൊണ്ട് സമ്പന്നമായ സദസ്സിൽ SKMJ ജൂബിലി ഹാളിലായിരുന്നു പ്രകാശന ചടങ്ങ് നടന്നത്. ഒട്ടേറെ ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ശിവരാമൻ പാട്ടത്തിൽ എന്ന അധ്യാപകൻ പുതിയൊരു പുസ്തകമാണ് വയനാട്ടുകാർക്ക്, വായനക്കാർക്ക്, കേരളത്തിന് തന്നെ സമർപ്പിച്ചിട്ടുള്ളത്. വയനാടിൻ്റെ ജൈന സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അറിയാൻ നമുക്ക് ഈ പുസ്തകം വായിക്കാം. അവസരം തരുന്ന ഒരു ദിവസമാണിന്ന്. ആധുനിക വയനാടിന്റെ വളർച്ചയിലും ഉയർച്ചയിലും നെടുന്തുണായി നിന്നിരുന്ന പരിതനായ ശ്രീ MK ജയചന്ദ്രന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ SKMJ ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. 1600 പേരാണ് നമ്മുടെ കൊച്ചു വയനാട്ടിൽ. 1500 ജൈനമത വിശ്വാസികളുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പണ്ട് കുട്ടിക്കാലത്ത് അച്ഛന്റെ അമ്മയുടെ കൂടെ പല ജൈൻ ഫാമിലീസിന്റെ പല സ്വകാര്യ ചടങ്ങുകളിലും കുടുംബ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് വളരെ കൗതുകത്തോടെ അവരുടെ ഭാഷ, ആചാരങ്ങൾ, പൂജാവിധികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നലെ ശിവരാമേട്ടൻ എഴുതിയ ജൈന സംസ്കൃതി വയനാട്ടിൽ എന്ന പുസ്തകം വായിച്ചപ്പോൾ പല നല്ല ഓർമ്മകളും തിരിച്ചു വന്നു. ജൈനമത ധർമ്മത്തിന്റെ ഉയർച്ചയും അവരുടെ സുവർണകാലവും ഏറ്റക്കുറിച്ചും ഒക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. വയനാടിനെ സ്നേഹിക്കുന്ന, വയനാട്ടിൽ വളർന്നു വരുന്ന നൂതന തലമുറയ്ക്ക് അറിയാൻ സാധ്യതയില്ലാത്ത പല ചരിത്ര സംഭവങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക വയനാടിനെ പടുത്തുയർത്താൻ ഈ സമൂഹം നൽകിയ സംഭാവനകളും നമുക്ക് വായിച്ചറിയാൻ കഴിയും. വയനാട്ടിലെ ആദ്യത്തെ സ്കൂൾ, ആദ്യത്തെ പെട്രോൾ പമ്പ്, ആദ്യത്തെ സിനിമാ ടോക്കീസ് എന്നു വേണ്ട ഇവിടുത്തെ പല അടിസ്ഥാന സൗകര്യങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ഈ സമൂഹം വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ പറ്റി ആധികാരികമായി പറയാൻ കഴിവുള്ള പലരും ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഗ്രന്ഥകാരനെ കുറിച്ച് 2 വാക്കുകൾ. ഇവിടുത്തെ മികച്ച അധ്യാപകൻ, വിജ്ഞാനിയായ കർഷകൻ. അത് അദ്ദേഹത്തിന്റെ വയനാടൻ കാർഷിക സംസ്കൃതി എന്ന പുസ്തകം വായിച്ചാൽ അറിയാം. അദ്ദേഹത്തിന്റെ പ്രായോഗിക അറിവും അഗാധമായ പാണ്ഡിത്യവും കൃഷിയെ കുറിച്ചുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ കവിത, നോവൽ, ചരിത്രാഖ്യായിക, ഗാനരചന എന്ന് തുടങ്ങി മിക്ക മേഖലകളിലും തന്റെ തനതായ ശൈലി കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി. ലാളിത്യവും ക്ഷമയും പക്വതയും ചേർന്ന വ്യക്തിത്വം. ശിവരാമേട്ടന്റെ നേതൃപാഠവും സംഘടനാ മികവും നേരിട്ട് കാണാൻ എനിക്കും ചില അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ശിവരാമേട്ടൻ ഈ തൂലികയിൽ നിന്നും ഇനിയും പുതിയ രചനകൾ ഉണ്ടാവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
ഈ അവസരത്തിൽ ഈ പുസ്തകത്തിന്റെ പ്രസാധകൻ മീഡിയ വിങ്സ് കൽപ്പറ്റ പ്രത്യേകം ഒരു പ്രശംസ അർഹിക്കുന്നു. വയനാടിനെ കുറിച്ച്, വയനാടിന്റെ ചരിത്രത്തെ കുറിച്ച് ഇനിയും നല്ല നല്ല പുസ്തകങ്ങൾ വരാൻ നിങ്ങൾ പിന്നിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അവസരത്തിൽ ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇത്ര ഊഷ്മളമായ ചടങ്ങായി മാറ്റിയ, ഇതിന്റെ പിന്നിൽ ഉത്സാഹിച്ച, ഇതിനായി പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം എന്നെയും ഇതിന്റെ ഭാഗമാക്കിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെയും അനുവാദത്തോടെയും ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രാധാന്യം ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു വൈശിഷ്ട്യം കൊണ്ടായിരിക്കണം എന്ന് എനിക്കറിയാം. കാരണം ഞാൻ 1980-കളിൽ ഒരു പത്രപ്രവർത്തകനായി കൽപ്പറ്റയിൽ ജോലി ചെയ്യുന്ന കാലം മുതൽ എനിക്ക് ശിവരാമൻ മാഷെ അറിയാം. ഞങ്ങൾ നിരന്തരം പരസ്പരം ഇടപെടാറില്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വളരെ കൃത്യമായി അറിയാം. സൗമനസ്യപൂർവ്വം മാത്രം പെരുമാറുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ശിവരാമൻ മാസ്റ്റർ. അതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ അസുഖബാധിതനായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഇതിന് വൈകാരികമൊന്നും വളരെ അവശനായിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ അക്കാര്യം പറയാതിരുന്നതിന്റെ കാരണം ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതം, വ്യക്തി ജീവിതം, പരസ്യ ജീവിതത്തിൽ പലരും വലിയ മഹാന്മാരൊക്കെ ആയിട്ട് നമ്മൾ കാണുമെങ്കിലും വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഇത്രമാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന അധ്യാപകർ അപൂർവമാണ് എന്റെ പരിചിത വലയത്തിലേക്ക്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഒരു വയനാട്ടുകാരൻ എന്ന നിലയിലും ഈ പുസ്തകം എഴുതിയ ആളെ ദീർഘവർഷങ്ങളായി അറിയാവുന്ന ഒരാളെന്ന നിലയിലും എനിക്ക് ആഹ്ലാദവും അഭിമാനവും. ഞാൻ ഈ പുസ്തകം 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ഈ പുസ്തകം കിട്ടിയത്. ജൈന സംസ്കൃതി വയനാട്ടിൽ എന്ന ഈ പുസ്തകത്തെ കുറിച്ച് പ്രൊഫസർ ജയശങ്കർ വിശദമായി നിങ്ങളോട് സംസാരിക്കും. പക്ഷെ എങ്കിലും ഒരു 1/4 നൂറ്റാണ്ടായി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലോസഫി എന്ന നിലയിൽ ജൈനിസത്തോട് എനിക്ക് അഗാധമായ താല്പര്യമുണ്ട്. ആകെ ഒരു ദർശനം എന്ന നിലയിലോ തത്വചിന്ത എന്ന നിലയിലോ ലോക മതങ്ങളിൽ എനിക്ക് ആകെ ആഭിമുഖ്യമുള്ള, വിശ്വാസമല്ല ആഭിമുഖ്യമുള്ളതും അഗാധമായ മനുഷ്യദർശനം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള 2 തത്വചിന്ത, ഞാൻ അവയെ മതം എന്ന് പോലും വിളിക്കുന്നില്ല, 2 ദർശന സംഹിതകളെ എന്റെ ജീവിതത്തിൽ, എന്റെ ഈ ഇപ്പോഴും ഒരു ചരിത്ര വിദ്യാർത്ഥിയായി തുടരുന്ന എനിക്ക് 2 ശ്രവണ മതങ്ങൾ, ഒന്ന് ബുദ്ധിസവും ഒന്ന് ജൈനിസവുമാണ്. അതിന് റിലീജിയൻ എന്ന പരമ്പരാഗത അർത്ഥത്തിൽ വിശേഷിപ്പിക്കാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം മതങ്ങൾ എപ്പോഴും മനുഷ്യരെ അടിമകളാക്കുന്ന അധികാര കേന്ദ്രങ്ങളായി, സ്ഥാപനങ്ങളായി മാറുന്ന ഒരു കാലത്ത് ജൈനിസത്തെയും ബുദ്ധിസത്തെയും ആ കണ്ണിൽ ഒതുക്കി അതിനെ ജനറലൈസ് ചെയ്യുന്നത്, സാമാന്യവൽക്കരിക്കുന്നത് ചരിത്രപരമായ ഒരു കുറ്റമായി തീരും എന്നതുകൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്. വാസ്തവത്തിൽ ജൈനിസത്തിന്റെ ആവിർഭാവം, ബുദ്ധിസത്വം ഇന്ത്യ ചരിത്രം പഠിക്കുന്നവർക്കറിയാം എങ്ങനെയാണ് ജൈനിസവും ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മഹാവീരനും ശ്രീബുദ്ധനും സമകാലികരും അയൽപ്പക്കക്കാരും. ഇന്ന് നമ്മൾ ലോകത്തിൽ ബുദ്ധമതത്തിന്റെ കേന്ദ്രങ്ങളിൽ, ആദിമ കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന രാജഗൃഹം എന്ന് സംസ്കൃത ടെക്സ്റ്റുകളിൽ അറിയപ്പെടുന്ന, ഇന്ന് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ രാജഗീർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് മഹാവീരൻ വളർന്നതും. അദ്ദേഹത്തിന്റെ പ്രധാനമായ ആരൂഢം രാജഗീറായിരുന്നു. രാജഗീർ ബുദ്ധന്റെയും പലവട്ടം ബുദ്ധൻ സന്ദർശിച്ചിട്ടുള്ള, ബുദ്ധൻ ഉപദേശം
നൽകാനും മറ്റുമൊക്കെയായി പലപ്പോഴും ബുദ്ധന്റെയും പ്രിയപ്പെട്ട സങ്കേതമായിരുന്നു രാജ്യം. അവർ സമകാലികരും മഹാവീരൻ ബുദ്ധനെക്കാളും 10-12 വയസ്സ് കൂടുതലുള്ള ഒരാളായിരുന്നെങ്കിലും അവർ തമ്മിൽ തൊട്ടടുത്ത് ഉണ്ടായിരിക്കുമ്പോൾ പോലും ഒരേ ദിവസം തൊട്ടടുത്ത് നാഴികകൾ മാത്രം അകലെ ഉണ്ടായിരിക്കുമെങ്കിലും അവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. രണ്ടുപേരും ഈ രണ്ട് ദർശനങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിയിരുന്നത് അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ നിന്നാണ്. ഏറ്റവും അധികം ശിലാലിഖിതങ്ങൾ ഉള്ളത് ശ്രാവണബെൽഗോളയിലെ 2 കുന്നുകളിലാണ്. ചന്ദ്രഗിരിയിലും ഇന്ദ്രഗിരിയിലുമായി കോമടേശ്വരനുള്ള മലയിലും ഭദ്രബാഹു മരിച്ചതായി കരുതപ്പെടുന്ന മലയിലും പാറകളിൽ കുത്തിവെച്ചിട്ടുള്ള ലിഖിതങ്ങളിൽ നിന്നാണ് വാസ്തവത്തിൽ ദക്ഷിണേന്ത്യയുടെ ചരിത്രം 19ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർക്ക് കൂട്ടി വായിക്കാനും പൂരിപ്പിക്കാനും പുതിയതായി വായിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദക്ഷിണേന്ത്യയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, വയനാട് എന്ന ഭൂപ്രദേശം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അല്ലെങ്കിൽ കൊളോണിയൽ പീരീഡിൽ മലബാർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രദേശമാകുന്നു. കേരളം ഉണ്ടാകുമ്പോൾ അത് കേരളത്തിന്റെ ഭാഗമാകുന്നു. ഈ ഇൻഫർമേഷൻ, ഈ പൊതുധാരണ വെച്ചുകൊണ്ടാണ് ആളുകൾ വയനാട്ടിലേക്ക് എങ്ങനെയാണ് എപ്പോഴാണ് ജൈനന്മാർ വന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. വാസ്തവത്തിൽ വയനാട് ഒരു കാലത്തും മലയാളം നാടിന്റെ, ഞാൻ കേരളം എന്ന പേര് പോലും ഉപയോഗിക്കുന്നില്ല, മലയാളം സംസാരിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ നാടായിരുന്നില്ല വയനാട്. വയനാട് ഗംഗരുടെ കാലം മുതൽ, ഗംഗരുടെയും കദംബരുടെയും ഹൊയ്സാളരുടെയും വിജയനഗരത്തിന്റെയും കാലത്തുമെല്ലാം അതത് കാലത്ത് ഭരിച്ചിരുന്ന കർണാടക രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നതിനാൽ വയനാട് വാസ്തവത്തിൽ ഒരു കാലത്തും ചേരരാജ്യത്തിന്റെ ഭാഗമല്ല, ചോളരാജ്യത്തിന്റെ ഭാഗമല്ല, ഗംഗരുടെ ഭാഗത്ത് മാറി മാറി വന്നിരുന്ന ഒരു, വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ ഒരു നോമാൻസ് ലാൻഡ് എന്ന് വിളിക്കുന്നതും തെറ്റില്ല. പക്ഷെ നോമാൻസ് ലാൻഡ് ആയിരുന്നില്ല ഇത്. തീർത്തും ഇത് കർണാടക ഡൈനാസ്റ്റികളുടെ കീഴിലുണ്ടായിരുന്ന കർണാടകക്കാർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് എന്നാണ്. ഉദാഹരണത്തിന് വയനാട്ടുകാർക്ക് എല്ലാം പരിചിതമായ ഒരു വാക്കാണ് പുന്നാട് എന്നത്. പുന്നാട് എവിടെയാണ് പുന്നാട്? പുന്നാട് എന്ന് പറയുന്നത് വയനാട്ടിലൂടെ ഒഴുകുന്ന കബനി നദിയുടെ തീരത്ത് വയനാടിന്റെ അതിർത്തിയിലുള്ള സർക്കൂരിന്റെ പ്രദേശങ്ങളാണ് പുന്നാട് എന്ന് പറയുന്നത്. ടോളമിയുടെ കാലത്ത് BC 2ാം നൂറ്റാണ്ടിൽ ടോളമി പുന്നാട് വരുമ്പോൾ പുന്നാട് രാജാക്കന്മാർ എന്ന് പറയുന്ന ആളുകളുടെ കീഴിലാണ്, പുന്നാട് രാജാവിന്റെ കീഴിലാണ് വയനാട് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ. വയനാട്, തൃക്കണാമ്പി തുടങ്ങിയുള്ള ഈ ഒരു ടെറൈൻ മുഴുവൻ ടോളമിയുടെ കാലത്ത് സ്വർണം വിളയുന്ന നാടാണ്. അപ്പോ ജൈനന്മാരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് BC 3ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ജൈന ആചാര്യനായിട്ടുള്ള ഭദ്രബാഹു, ലോകപ്രശസ്തനായ ഭദ്രബാഹു മൗര്യ ചക്രവർത്തിയായ ചന്ദ്രഗുപ്ത മൗര്യനോടൊപ്പം ജൈനമതം സ്വീകരിച്ച് ഭദ്രബാഹുവിനോടൊപ്പം പാടലീപുത്രത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്ക് മഹിഷാസുരപുരിയിലേക്ക് മൈസൂരിലേക്ക് പുറപ്പെട്ടു വന്ന ചന്ദ്രഗുപ്ത മൗര്യനും മഹാനായ ഭദ്രബാഹുവിനും അഭയം നൽകിയ സ്ഥലമാണ് വാസ്തവത്തിൽ ഇന്നത്തെ നിങ്ങൾ സർഗൂർ എന്ന് വിളിക്കുന്ന പുന്നാട് രാജ്യത്തിന്റെ ആസ്ഥാനം. HD കോട്ടയ്ക്കും സർഗൂരിനും ഇടയിലുള്ള പുരാതന രേഖകളിൽ കീർത്തിപുരാൻ എന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ് വാസ്തവത്തിൽ പുന്നാട് രാജ്യത്തിന്റെ ക്യാപിറ്റൽ. ആ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ അവിടെയാണ്. പുന്നാട് രാജ്യമാണ് ജൈനമതത്തിന്, അതായത് ഭദ്രബാഹു വന്നപ്പോഴും ഭദ്രബാഹുവും ചന്ദ്രഗുപ്തവും അവരും വരുമ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ജൈനിസത്തിന്
ഒരു താവളം നൽകിയ സ്ഥലമാണ് വാസ്തവത്തിൽ ഈ കീർത്തിപുര എന്ന് പറയുന്നത്. ഇന്നത് കബനി ഡാമിന്റെ അടിയിലാണ്. കീർത്തിപുര എന്ന് പറയുന്ന പുരാതനമായ ലോകപ്രശസ്തമായ മഹാനാഗരികത നിലനിന്നിരുന്ന കീർത്തിപുര ഇന്ന് കബനി ഡാമിന്റെ അടിയിലാണ്. പഴയ ക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളായിരുന്നു. എന്റെ തന്നെ ഓർമ്മയിൽ എന്റെ നാട്ടിലുണ്ടായിരുന്ന 3 ക്ഷേത്രങ്ങൾ ജൈനക്ഷേത്രങ്ങളായിരുന്നു. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, വയനാട്ടുകാർക്കെങ്കിലും അറിയാം. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ ഡോക്ടർ കെ കുറുപ്പിലെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന അദ്ദേഹം വയനാട്ടിൽ വരുമ്പോഴൊക്കെ എന്നെ കാണാൻ വിളിക്കും. അങ്ങനെ ഞങ്ങൾ കണ്ട് സംസാരിച്ചപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, തന്റെ നാട്ടിലുള്ള ആ ഒരു ക്ഷേത്രം 1970-കളിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ളപ്പോൾ അതൊരു തീർത്ഥങ്കരന്റെ ഏത് തീർത്ഥങ്കരനാണെന്ന് അദ്ദേഹം ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല, വലിയ ഒരു ശില്പം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് വേറെ അമ്പലങ്ങളായി മാറി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എനിക്ക് തന്നെ അറിയാം പല ക്ഷേത്രങ്ങളും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ക്ഷേത്രങ്ങളുടെ മാത്രമാണ്. ഇപ്പോൾ ജൈന മതസ്ഥർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളെ പറ്റി മാത്രമേ ഇതിലുള്ളൂ. എനിക്ക് തന്നെ അറിയാവുന്ന ഇതിനേക്കാളും പുരാതനങ്ങളായ ഒരുപാട് ക്ഷേത്രങ്ങൾ, ജൈനക്ഷേത്രങ്ങൾ ഇപ്പോഴും അനാഥമായി കിടക്കുന്നുണ്ട് വയനാട്ടിൽ. മറ്റ് വിഗ്രഹ പ്രതിഷ്ഠകളാൽ അന്യമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉൾപ്പടിയിലെ വേലിയമ്പം കോട്ടയിലുള്ള താഴേക്കാവ് എന്ന് പറയുന്ന അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രം. അത് ഹൊയ്സാലരുടെ കാലത്താണ്. വിഷ്ണുവർദ്ധനൻ വൈഷ്ണവമതം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും സംഭാവന ചെയ്ത് നിർമ്മിക്കപ്പെട്ട ഒരു ഹൊയ്സാള ജൈനക്ഷേത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ചില ശിലാപാണികൾ ഇപ്പോഴും അവിടെയുണ്ട്. ചരിത്രം അറിയുന്നവർക്ക് അത് പോയാൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളെ കുറിച്ച് ശിവരാമൻ മാസ്റ്റർ പോലുള്ള ആളുകൾ പഠിക്കുന്നത് ജൈനമതത്തിന്റെ ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ഇന്ന് കേരളത്തിന്റെ ഭാഗമായി അവിഭാജ്യ ഘടകമായി നിലനിൽക്കുന്ന വയനാട് പോലുള്ള ഒരു ഭൂപ്രദേശത്തിന്റെ ഭൂതകാല സംസ്കാരത്തെ കുറിച്ച് പഠിക്കുവാനും ഇത്തരം അന്വേഷണങ്ങൾ ആവശ്യമാണ്. ആ ഉദ്ദേശത്തിന് ഉതകുന്ന ഒരു സംഭാവനയാണ് ശിവരാമൻ മാസ്റ്റർ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇത് വളരെ ചെറിയൊരു പുസ്തകമാണ്. ഈ ചെറിയൊരു പുസ്തകത്തിന്റെ പരിമിതി നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാകും. വലിയ ഒരു ബൃഹത് ഗ്രന്ഥവും അനേക വർഷത്തെ ചരിത്ര കൃതികളുടെയും ശിലാശാസനങ്ങളുടെയും ഒക്കെ പാരായണത്തിലൂടെ വലിയൊരു ടാസ്കാണ് അത്തരം ഒരു ബൃഹത് ഗ്രന്ഥം എഴുതുക എന്നുള്ളത്. പക്ഷെ എങ്കിലും ശിവരാമൻ മാസ്റ്റർ ചെയ്ത ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ചരിത്രത്തോടും ഭൂതകാലത്തോടും സ്വന്തം നാടിനോടും സഹജീവികളോടും ഒക്കെയുള്ള ഒരു വലിയ ആത്മാർത്ഥതയുടെയും കടപ്പാടിന്റെയും ലക്ഷണമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത്. ഞാൻ ഇത് 2 തവണ വായിച്ചു. ഇതിൽ പറയുന്ന ഓരോ വിഷയവും പ്രത്യേകം പുസ്തകങ്ങളായി ഇനിയും ശിവരാമൻ മാസ്റ്ററിൽ നിന്നും പുതിയ ഗവേഷകരിൽ നിന്നും ഒക്കെ വാസ്തവത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളു. ശിവരാമൻ മാസ്റ്റർ ഒരു പുതിയ എഴുത്തുകാരനല്ല. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ നേരത്തെ പല ശാഖകളിലായി നമ്മുടെ ഉദ്ഘാടകർ പറഞ്ഞതുപോലെ പല ശാഖകളിലായി അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പുതിയ എഴുത്തുകാരനോ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട എഴുത്തുകാരനൊന്നുമല്ല, യുവ എഴുത്തുകാരനൊന്നുമല്ല. അദ്ദേഹം പരിചയസമ്പന്നനായ അധ്യാപകനാണ്, പരിചയസമ്പന്നനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൽ നിന്നും പുതിയ തലമുറയിൽ നിന്നും ഇനിയും പുസ്തകങ്ങൾ ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനോഹരമായ ആത്മാർത്ഥതയോടുകൂടി എഴുതപ്പെട്ട ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു. എനിക്കതിൽ അതിയായ ആഹ്ലാദമുണ്ട്. ഒരു അസുലഭ സന്ദർഭം എനിക്ക് കിട്ടിയതിൽ ഞാൻ ഏറെ വിലമതിക്കുന്നു. ശ്രീ ശിവരാമൻ മാസ്റ്ററിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും അതേപോലെ തന്നെ വലിയ നല്ല ഒരു സഹൃദയമാണ്. അദ്ദേഹം ഈ SKMT ഹൈസ്കൂളിലാണ്
അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സതീശിയിലും ഈ SKD ഹൈസ്കൂളിൽ വളരെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അദ്ദേഹം പിന്നീട് വെള്ളമലയിലേക്കും പനവലിലേക്കും മാറിപ്പോയി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വേരുകൾ എപ്പോഴും പിന്നെ ഈ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശ്രീ ശിവരാമ മാസ്റ്റർ എപ്പോഴും വേരുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രകൃതിക്കാരനാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പിന്നെ പഴയ കാലങ്ങളിലെ കാര്യങ്ങളെല്ലാം തന്നെ തികഞ്ഞ് അവരുടെ യാഥാർത്ഥ്യങ്ങളും അതുപോലെ ഗുരുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് വളരെ ക്ലേശത അനുഭവിച്ചുകൊണ്ടാണെങ്കിൽ പോലും അതിന് യാതൊരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം എഴുതിയിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നീലമലകര സാക്ഷി എന്ന് പറയുന്ന ഒരു നോവൽ വളരെ പ്രത്യേകത അർഹിക്കുന്ന ഒരു പുസ്തകമാണ്. വയനാട് സംസ്കാരത്തെക്കുറിച്ചും അതേപോലെ തന്നെ വയനാടിന്റെ അധികമായും കടന്നു ചെന്നിട്ടില്ലാത്ത പുരാതന ചരിത്രങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ വളരെ വിശദമായിട്ട് അദ്ദേഹം അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ വയനാടിന്റെ പ്രാചീനവും അതേപോലെ തന്നെ ആധുനികവും ഇനി അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത്.